Good afternoon, all. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചൊക്കെയാണോ? എങ്ങനെ ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളായിട്ട് തോന്നിയോ? എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? ജോബ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തോ? ജോബ് ഡിസൈൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് ഡിസൈൻ ആണ്. ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലി അല്ലേ? അത് തീർച്ചയായിട്ടും എന്താണ്? അത് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ ജോലിയെ കുറിച്ചുണ്ടാവണം അല്ലെ? ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ വേണ്ടി വരാം അല്ലെ? അവിടെ ഒരു ഫീൽഡ് വർക്കേഴ്സ് ആയിട്ട് ആവശ്യമുള്ളവരുണ്ടാവാം, അതല്ലെങ്കിൽ അതിനേക്കാൾ മേലെ പോസ്റ്റ് അല്ലെ ജീവനക്കാരുണ്ടാവാം. അങ്ങനെ ഒരു ചെയിൻ അല്ലെ, ഒരു ടോപ്പ് ലെവലിൽ തുടങ്ങിയ ഒരു ഫീൽഡ് വർക്ക് വരെ ഒരു ലോവർ ലെവൽ പോസ്റ്റ് വരെയുള്ള ജീവനക്കാർ അവര് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ? അത് അത്തരത്തിലുള്ള വർക്കേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു ജോലിയുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് അല്ലെ? ഒരു ഘടന അനുസരിച്ചിട്ടാണ്. ഇൻ കേസ് ആ ജോലിക്ക് അതിന്റെ ഒരു ഡിസൈൻ ഇല്ല എങ്കിൽ നമുക്കറിയാം എത്രത്തോളം പേരെ ഇന്ന രീതിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യണം അല്ലെ? കൂടുതൽ പേരെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വേണ്ടി വരുമോ, അല്ലെങ്കിൽ അതൊരു സിവിൽ ഫിനിഷ് ഡ്രസ് ആക്കുന്ന ആ ഒരു ലെവലിലേക്കാണ് കൂടുതൽ വ്യക്തികളെ വേണ്ടി വരിക. അപ്പൊ അതൊക്കെയുള്ള ഒരു വളരെയധികം ഡൗട്ടുകൾ ഉണ്ടാവും. ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ, ഒരു ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടായെങ്കിൽ നമുക്കറിയാം ഓരോ ജീവനക്കാരനും എന്താണ് നമുക്ക് ജോലി ചെയ്യേണ്ട ജോലി എന്താണ് അല്ലെ? ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടൊരു അവയർനെസ് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ജോബ് ഡിസൈനിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം മീനിങ് ജോബ് ഡിസൈൻ അല്ലെ? അതില് പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. ജോബ് ഡിസൈൻ ഈസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് of job analysis and involves deliberate actions to organize task, duties and responsibility into a unit of purpose of as to business duties. Okay, അതായത് നമുക്ക് മനസ്സിലാവാം ഒരു ലക്ഷ്യം അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും അല്ലെ? ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും സർവീസ് ആയിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫേം ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട് അല്ലെ? എയിം ഉണ്ട്. ഈ എയിം നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറെ ഡ്യൂട്ടീസ്, അതേമാതിരി തന്നെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ? ഓരോ ഡ്യൂട്ടിയിലും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ നല്ല എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു എയിം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികള് ലക്ഷ്യത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്ത് അല്ലെ, അവർ ചെയ്ത് തീർത്താൽ മാത്രമാണ് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ? ഓക്കെ, നമ്മള് ജോബ് ഡിസൈനിലേക്ക് വരിക. ശരിയല്ലേ? ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്, അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു യൂണിറ്റ്, ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് ചില ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് നല്ല രീതിയിൽ ക്രമീകരിച്ചാൽ മാത്രമാണ് ഈ ഒരു
ജോലി എന്താണ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്ന തലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഡിസൈൻ ഇസ് ദ ലോജിക്കൽ സീക്വൻസ് അല്ലെ. അത് വിശകലന പ്രക്രിയയിലൂടെയാണ് ആ ഒരു പ്രോസസ്സ് നടപ്പാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് നടപ്പാക്കുന്നത്? നല്ല ക്രമീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെ. ജോബ് ഡിസൈൻ ഇസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ് ഡെലിബറേറ്റ് ആക്ഷൻ ടു ഓർഗനൈസ് ടാസ്ക് അല്ലെ. അവിടെ എന്താണ് നല്ല കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണ പ്രക്രിയ അല്ലെ, വിശകലന പ്രക്രിയയൊക്കെ നടത്തി നല്ലൊരു പ്രവൃത്തിയിലൂടെ ജോലിയെ അനലൈസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? അതില് കൃത്യമായിട്ടൊരു ക്രമീകരണം നടത്താൻ പറ്റും അല്ലെ. ഓരോരുത്തരുടെയും ജോലികൾ എന്താണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്? ഓർഗനൈസേഷന്റെ ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ അതായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ജോബ് ഡിസൈനിൽ എന്താണ് പ്രധാനമായിട്ടും? ജോലിയെ ക്രമീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ജോബ് ഡിസൈനിൽ വരുന്നത്. ക്ലിയർ ആയോ? എന്താണ് മീനിങ് ഉള്ളത്? ഓക്കെ ആണോ? ജോബ് ഡിസൈൻ എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവാം. Job design is the logical sequence of the process of job analysis and involves deliberate action to organize a task. അല്ലെ, ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലോജിക്കൽ ആയിട്ടുള്ള വിശകലന പ്രക്രിയയിലൂടെ അല്ലെ, അതിൻ്റെതായിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് അതിൽ വരുന്നത്. ആ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്, എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? ഡെലിബറേറ്റ് ആക്ഷൻ ടു ഓർഗനൈസ് എ ടാസ്ക്. ഒരു ഓർഗനൈസേഷന്റെ ടാസ്ക് അല്ലെ, അത് ക്രമീകരിക്കുക. അത് മാത്രമല്ല, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ടു എ യൂണിറ്റ് ഓഫ് വർക്ക്. ഒരു വർക്ക് യൂണിറ്റിന്റേതായിട്ടുള്ള ഡ്യൂട്ടീസ്, ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ക്രമീകരിക്കുക. സോ ആസ് ടു ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ക്രമീകരിക്കുന്നത്? ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയില്ല എന്നോർത്തും കൊണ്ട് എനിക്ക് വീണ്ടും പറയേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? ഓക്കെയാണ്. എനിക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഷോർട്ട് ആക്കിയത്. ഓക്കെ, ഒന്ന് സൈസ് കുറച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മളെന്താണ് ജോബ് ഡിസൈൻ എന്താന്നുള്ള കാര്യം കണ്ടു. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത്? എന്താണ് കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ? എന്താണ് കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ? അതായത് അതിൻ്റെതായിട്ടുള്ള ആശയം എന്താണ്? ആ ജോബ് ഡിസൈനിന്റെ പ്രത്യേകമായിട്ടുള്ള ആശയം എന്താണ് അല്ലെ? It is believed that an efficiently structured job motivates that employees for higher level of performance. അതായത് അതിൻ്റെതായിട്ടുള്ള ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും അല്ലെ. അതിൻ്റെതായിട്ടുള്ള ആശയം, അതിന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ നടത്തുന്നതിന് വേണ്ടി നമ്മളിപ്പോ ഒരു വീട് അല്ലെ, അതൊരു വീട് പണിയുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഒരു ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാ? അതിന്റെ എത്രത്തോളം ഫണ്ട് ആവശ്യമാണ്, എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണ്, എത്രത്തോളം തൊഴിലാളികളെ ആവശ്യമാണ്, ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. ഉള്ള സ്ഥലപരിധിയിലുള്ളില് നമുക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേ?
നോട്ട്സ് കാണുന്നില്ലേ? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം എന്താണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ജോലി അല്ലെ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുമ്പോൾ അതൊരു ഡിസൈൻ ചെയ്യും, കാരണം അതിൻ്റെതായിട്ടുള്ള ആവശ്യകതകൾ മനസ്സിലാക്കാൻ അല്ലെ. ഇതുപോലെ തന്നെയാണ് ജോലി അല്ലെ. ഒരു ജോലി എന്ന് പറയുമ്പോൾ ആ ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ജോലിയുടെ സ്റ്റാർട്ടിങ് എവിടുന്ന് തുടങ്ങണം, എൻഡിങ് എവിടുന്ന് അവസാനിക്കണം അല്ലെ, എന്തിൽ അവസാനിക്കണം, അതിനൊരു ക്രമീകരണം വേണം അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് efficiently structured job motivates the employees for higher level of performance. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നല്ല സ്ട്രക്ചറോട് കൂടി അല്ലെ, നല്ല ഘടനയോട് കൂടിയിട്ടുള്ള ഒരു ജോബ് ആണ് എങ്കിൽ അവർക്ക് കാര്യക്ഷമമായിട്ട് തന്നെ അത് പ്രകടിപ്പിക്കാനായിട്ട് അല്ലെ, അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. Poorly designed job often result in a boredom and employee frustration, high turnover, then reduced motivation, low level of productivity, and increase in the operating cost. അതായത് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത, ഒരു ഘടനയൊന്നും ഇല്ലാത്ത ഒരു ജോലിയാണ് എങ്കിൽ എന്താണ് എംപ്ലോയീസിന് എന്താണ് ചെയ്യേണ്ടത് അല്ലെ, ഒരു എന്താ പറയുക, ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു ജോലിയാണെങ്കിൽ എന്താണ് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെ, ഒരു ബോറിംഗ് ആയിരിക്കും. നല്ലൊരു എന്താണ് അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചർ, ഒരു ഘടനയൊന്നും ഇല്ലാത്ത ഒരു ജോലിയാണെങ്കിൽ അവർക്ക് എപ്പോഴും എന്താണ് മാനസികമായിട്ട് ആ ജോലിയോട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ലെ. ചിലപ്പോൾ ജോലിയിൽ നിന്ന് വിട്ടു പോകാനൊക്കെ ആയിട്ട് അവർ താല്പര്യപ്പെടും. അതേമാതിരി തന്നെ എന്താണ് ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല അല്ലെ, ചെയ്യണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള പ്രചോദനം ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ എന്താണ് മൂല്യമില്ലാത്ത അല്ലെ, പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജോലിയായിരിക്കും അവർ ചെയ്തു പോകുന്നത്. മാത്രമല്ല അതിനനുസരിച്ചിട്ടുള്ള എപ്പോഴും എന്താണ് ഒരു ഘടനയില്ലാത്ത കാരണം കൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ ഹൈ ആയിരിക്കും. അതേസമയം നല്ലൊരു ഘടനയുള്ള അല്ലെ, നല്ലൊരു ക്രമീകരണമുള്ള ഒരു ജോലിയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന് അതിൻ്റെതായിട്ടുള്ള ബെറ്റർ റിസൾട്ട് ഉണ്ട്. അവിടെയുള്ള എംപ്ലോയീസിന് കൃത്യമായിട്ട് അവരുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ കാര്യക്ഷമമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ജോബ് ഡിസൈൻ എന്താന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി അതൊന്ന് മാർക്ക് ചെയ്യാം. That is meant by job design എന്നുള്ളത്. ഓക്കെ, ജോബ് ഡിസൈൻ ഈസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് അല്ലെ. അത് ജോബിന്റെ ഒരു ജോബ് അനാലിസിസ്, അത് ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു അനലൈസേഷൻ ആണ്, വിശകലന പ്രക്രിയയാണ് അവിടെ വരുന്നത്. അതിൽ എന്തെല്ലാം ഇൻവോൾവ് ആകുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ദെൻ എന്താണ് നെക്സ്റ്റ് നോക്കുക, ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഇനി ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മോഡലിനെ കുറിച്ച് നോക്കാം. The job characteristics model is one of the most influential attempts to design jobs with increased motivational properties. Hackman and Oldham, 1975. Okay. അതായത് 1975 ഹാക്മാൻ ഓൾഡ്മാൻ ഒക്കെ രൂപീകരിച്ചിരിക്കുന്ന ഒരു ജോബ് ഡിസൈൻ ആണ് എന്താണ് ഏത് മോഡല്, ഈ ഒരു ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. Proposed by Hackman and Oldham, the model describes 5 core job dimensions leading to the 3 critical psychological states resulting in work-related outcomes. അതായത് ഒരു 5 കാര്യങ്ങളാണ് അളവുകോലുകൾ, ജോബിൻ്റെതായിട്ടുള്ള അളവുകോലുകളാണ്. അത് ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടറിലേക്ക് ലീഡ് ചെയ്യുന്നു. അത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ എന്താണ് അത് നല്ലൊരു ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒരു ജോബ് ഡിസൈൻ, അതായത് ആ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു അളവുകോലുകൾ വെച്ച് അല്ലെ, അതിനനുസരിച്ചിട്ട് തന്നെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിലും ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ദെൻ ഇങ്ങനെയുള്ള ഒരു നല്ല മാറ്റങ്ങള് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നു.
അതാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലില് പ്രതിനിധീകരിച്ച് അല്ലെ. അതില് പ്രധാനമായിട്ട് ഹാക്മാനും ഓൾഡ്മാനും കണ്ടെത്തുന്ന ഒരു തത്വമാണ്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്ന ആ ഒരു ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ ആണോ? ആ മോഡലിന്റെ ഏകദേശം ഒരു ചെറിയൊരു ബ്രീഫ് കിട്ടിയോ? ഓക്കെ, അതിൽ പറയുന്ന ഡയമെൻഷനിൽ പറയുന്ന കാര്യങ്ങള് എന്താണ്? ഫസ്റ്റ് വേണ്ട സ്കിൽ വെറൈറ്റി. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകൾ ഉള്ളവരാണ് അല്ലെ. വ്യത്യസ്ത ജോലികൾക്കും വ്യത്യസ്ത കഴിവുകൾ വേണം. ഒരു അക്കൗണ്ടന്റിന് അതിൻ്റെതായിട്ടുള്ള കഴിവാണെങ്കിൽ നഴ്സിന് നഴ്സിൻ്റെതായിട്ടുള്ള സ്കിൽസ് ആണ് വേണ്ടത് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് അല്ലെ. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ വേണം. പിന്നെ ടാസ്ക് ഐഡന്റിറ്റി, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു നൈപുണ്യം ഓരോ ജോലിക്കും വേണം. നമുക്കറിയാം ഓരോ പോസ്റ്റിനും അതിനനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെയാണ് നിയമിക്കേണ്ടത് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള ജോലികളാണ് അല്ലെ. അതേപോലെ തന്നെ ടാസ്ക് ഐഡന്റിറ്റി അല്ലെ. പൂർണ്ണമായിട്ടുള്ള ജോലി എന്താണ് അല്ലെ, ആ ജോലി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ജോലിയുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം, തിരിച്ചറിവുണ്ടായിരിക്കും. ഏത് തരത്തിലുള്ള ജോലിയാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെ. നല്ലൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കണം. അതേമാതിരി തന്നെ ഏത് തരത്തിലുള്ള ജോലിയാണെന്നുള്ളൊരു ടാസ്ക് ഐഡന്റിഫൈഡ് അല്ലെ. കൃത്യമായിട്ടുള്ള എന്താണ് ടാസ്ക്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ബിസിനസ് ഫാമില് ഈ ഒരു പോസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, എന്ത് ടാസ്ക് ആണ്. ടാസ്ക് സിഗ്നിഫിക്കൻസ്, അതായത് ആ ജോലിക്കുള്ള പ്രാധാന്യം. ഇപ്പൊ നമുക്കറിയാം ഒരു ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവലിലുള്ള ഒരു ജീവനക്കാരുണ്ട്. പക്ഷെ അതിൽ ചില മേഖലയിലുള്ള ജീവനക്കാർക്ക് പ്രാധാന്യമുണ്ട്, ഉണ്ടാവില്ലേ? അതായത് അവരുടെ ആ ഒരു സ്പെഷ്യൽ കഴിവുകളാണ് ആ ജോലിയുടെ എൻഡിങ് വരെ നിൽക്കുന്നത് അല്ലെ. ചിലത് ചില നാച്ചുറൽ ആയിട്ടുള്ള ജോലികൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എബിലിറ്റീസ് മതിയാവും. അതേസമയം ചില മേഖലകളിലെ അല്ലെ, ചില തലങ്ങളിലെ ജോലികൾ ചെയ്യണമെങ്കിൽ അതേ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അല്ലെ. അപ്പൊ ടാസ്ക് സിഗ്നിഫിക്കൻസ് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അല്ലെ. ഓരോ ടാസ്കിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഓട്ടോണമി എന്ന് പറയുന്നത് എന്താണ്? സ്വയം ഭരണം അല്ലെ. ചിലതൊക്കെ സ്വന്തമായിട്ട് തന്നെ അവർക്ക് ടാർഗറ്റ് ചെയ്യാം അല്ലെ. ചില തീരുമാനങ്ങളൊക്കെ സ്വന്തം നടപ്പാക്കേണ്ടതായിട്ട് വരും. എപ്പോഴും പെർമിഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അണ്ടറിൽ തന്നെ നിയന്ത്രിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ജോലിയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് ചിലപ്പോൾ ചില ഡിസിഷൻസ് ഒക്കെ സ്വന്തം തന്നെ തീരുമാനിക്കേണ്ടതൊക്കെ ആയിട്ട് വരാം. അങ്ങനെ ഉണ്ടാവില്ലേ? ഒരു പേഷ്യന്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഓരോ അക്കൗണ്ട് സെക്ഷനിൽ അല്ലെ GST സംഭവങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ. അപ്പൊ അതിലെ ഏറ്റവും മേൽപ്പത്തുള്ള തലപ്പത്തുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ മാനേജ്മെന്റിനെ തന്നെ അറിയിക്കുക അല്ലെ. ചിലപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരോട് തന്നെ ഡിസ്കസ് ചെയ്യാതെ അവർക്ക് സ്വന്തം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിനുള്ള ഒരു പെർമിഷൻ വേണ്ടി വരാം അല്ലെ. അത്തരത്തിലുള്ള ഒരു ഓട്ടോണമി ഉണ്ടാവാം. ദെൻ ഫീഡ്ബാക്ക്, നമുക്കറിയാം ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ശരിയായിട്ട് തന്നെ ആ ജോലി പൂർണ്ണമായി തന്നെ സക്സസ് ആയിട്ട് വിജയിക്കണമെങ്കിൽ അതിന്റെ പോരായ്മകളെല്ലാം കണ്ടതിന് അത് നികത്തിക്കൊണ്ട് പോകണം. എന്റെ പേരിലേ ഓക്കെ. അപ്പൊ അതെല്ലാം അളവുകോലുകളാണ് അല്ലെ. ഇതെല്ലാം എന്താണ്? ഒരു ജോലിയെ ആശ്രയിച്ചിരിക്കുന്നത്. ആ ജോലിയിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഫീഡ്ബാക്കുകൾ കണ്ട് കളക്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ ചിലതൊക്കെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടാവാം. ചിലതിനൊക്കെ പ്രാധാന്യമുള്ള ജോലികൾ ഉണ്ടാവാം. ചിലതെല്ലാം അല്ലെ കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ടാസ്ക് ആണോ അതിനെ ഐഡന്റിഫൈ ചെയ്ത് തന്നെ വ്യക്തികളെ നിയമിക്കേണ്ടതുണ്ടാവാം. ദെൻ അതനുസരിച്ചുള്ള സ്കിൽ ഇൻവെന്ററി ഉണ്ട് അല്ലെ. കഴിവുകളുള്ള വ്യക്തികളെ തന്നെ കണ്ടെത്തി നിയോഗിക്കേണ്ടതൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇത് എന്തുമായി കണക്റ്റഡ് ആണ്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താ പറയുന്നത്? മീനിങ്ഫുൾനെസ്, അതായത് അതിൻ്റെതായിട്ടുള്ള 5 സ്വഭാവ വിശേഷങ്ങളിലേക്ക് വരും അല്ലെ. ജീവനക്കാരുടെ ഉള്ളില് പ്രാധാന്യമായിട്ടുള്ള ഒരു മാനസിക പ്രതിബദ്ധതയുണ്ട് അല്ലെ. നമ്മളിപ്പോ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്റെ സ്കില്ല് അനുസരിച്ചിട്ട് എന്റെ നോളജ് അനുസരിച്ചിട്ടാണ് എനിക്ക് ഈ പോസ്റ്റ് തന്നേക്കുന്നത്. അപ്പൊ ഈ പോസ്റ്റ് ഞാൻ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം. ഒരു മാനസികമായിട്ടുള്ള ഒരു അല്ലെ ബന്ധം ആ ജോലിയുമായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടാവും അല്ലെ. ഒരു ക്രമീകരണം ഇല്ലാത്ത ഒരു ജോലിയാണ് ഈ വ്യക്തിയെ ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല അല്ലെ. അതേസമയം ഇന്നത് ചെയ്യണം, അത് എന്റെ ഡ്യൂട്ടിയാണ്. എന്നെ ഈ പോസ്റ്റിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഇന്ന റെസ്പോൺസിബിലിറ്റി ഇന്ന ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആ ജോലിയോട് ഈ എംപ്ലോയിക്ക് ഉണ്ടാവും അല്ലെ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് അല്ലെ, അവർക്കൊരു വൈകാരിക ബന്ധമുണ്ടായിരിക്കും. ദെൻ റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്നുള്ളൊരു വൈകാരിക ബന്ധമുണ്ടായിരിക്കും. ദെൻ നോളജ് ഓഫ് റിസൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെങ്കിൽ എന്താണ്, നല്ലൊരു ഫലം എത്തിക്കണം അല്ലെ, എങ്കിൽ മാത്രമാണ് നല്ല റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. നന്നായിട്ട് ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായിരിക്കും ബെറ്റർ റിസൾട്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ആണോ? ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ, ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാത്തവരൊക്കെ ബെറ്റർ റിസൾട്ട് എത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നല്ല ഒരു അല്ലെ, നല്ല കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് നല്ലൊരു ബെറ്റർ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ ഏൽപ്പിച്ച് അല്ലെ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുസരിച്ചിട്ടായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ നിയമിച്ച് അവർക്ക് ഇന്ന അല്ലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പെർമിഷനൊക്കെ കൊടുത്ത് അവരെ ഏൽപ്പിക്കുമ്പോൾ എന്താണ്, പ്രത്യേകമായിട്ടും ആ ജോലിയോട് ഇവർക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് വരികയാണ് അല്ലെ. അവർക്ക് എന്താണ് പൂർണ്ണമായിട്ട് ആ ജോലിയിൽ ഇൻവോൾവ് ചെയ്യാൻ തോന്നും. അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല നല്ല റിസൾട്ടിലേക്ക് അത് എത്തിക്കണം എന്നുള്ള ആഗ്രഹവും അവർക്ക് ഉണ്ടാകും. വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ, ബെറ്റർ റിസൾട്ടിലേക്ക് എത്തും അല്ലെ, നല്ലൊരു ഔട്ട്കംസിലേക്ക് എത്തും. അതായത് നന്നായിട്ട് ഇപ്പൊ നമ്മളൊരു കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കണമെന്ന് അവരൊരു മാനസികമായിട്ട് അല്ലെ, പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മാനസികമായിട്ടുള്ള അടുപ്പമുണ്ടെങ്കിൽ എന്താണ്, അവര് എത്രയും മറ്റു ഇതുകളെല്ലാം അല്ലെ, മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പൊ കളിക്കണോ അങ്ങനെയുള്ള ടെൻഡൻസികൾ വന്നാലൊക്കെ അവർ മാനസികമായിട്ട് ഒഴിവാകും എന്ന് പറയും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പിള്ളേരുടെ കൂടുതൽ എന്താണ് ഇടപെടണമെന്നൊക്കെ പാരന്റ്സിനോട് നിർദ്ദേശിക്കും. എന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ്, ജോലിയിലും അല്ലെ, ആ ജോലിയെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ ഈ എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന റെസ്പോൺസിബിലിറ്റി, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന സാലറി തന്ന് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഇവർക്കുള്ളിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവര് റെസ്പോൺസിബിലിറ്റി ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ അങ്ങനെ വരുമ്പോഴെന്താണ്, നല്ല റിസൾട്ടിലേക്ക് ഇത് നയിക്കും അല്ലെ. അവിടെ ഔട്ട്കംസിൽ നോക്കാം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ജോലിയില് നല്ല നല്ല അല്ലെ പ്രേരക ഘടകങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ചില ട്രെയിനിങ്ങൾ അല്ലെ, എന്തെങ്കിലും പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള അല്ലെ നല്ല കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ചട്ടക്കൂടൊക്കെ പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴെന്താണ്, അവർക്ക് ഓക്കെ എനിക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ട്രെയിനിങ് തന്നേക്കാണ് അല്ലെ. അപ്പൊ ഒന്നും കൂടിയും അവരെന്താണ്, റിസൾട്ടിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഒന്നും കൂടി കാര്യക്ഷമമായിട്ട് പ്രകടിപ്പിക്കും. അതേമാതിരി പെർഫോമൻസ്, അതായത് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർ തയ്യാറാകും. സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ അവർക്ക് ഇപ്പോ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള പെർമിഷൻ ഒക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, ഒരു സംതൃപ്തമായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നല്ല ഔട്ട്കംസ് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അബ്സെന്റിസം എന്ന് വെച്ചാൽ അവര് ജോലിയോട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ എന്താണ്, ജോലിക്ക് വരാതിരിക്കാനൊന്നും അവർ ശ്രമിക്കില്ല അല്ലെ. പരമാവധി എങ്ങനെയെങ്കിലും ഈ ടാർഗറ്റുകൾ അറ്റൈൻ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും. അപ്പൊ എന്താണ്, അധികം ആബ്സെന്റീസ് ഒന്നും ഉണ്ടാവില്ല. ടേൺ ഓവർ, ഓക്കെ ജോലിയിൽ നിന്ന് വിട്ട് അല്ലെ മറ്റൊരു ജോലി തേടി പോകണം എന്നുള്ളൊരു പ്രത്യേക ആഗ്രഹമൊന്നും ഈ പേഴ്സൺസിന് ഉണ്ടാവില്ല. ഓക്കെയാണോ? ചെറിയ പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടേബിളില്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാട്ടോ, ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ പറയാം, ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കിട്ടി? ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക എന്താണ്, ഈ ഒരു മോഡലില് 3 ഇതുകൾ കോർഡിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് 5 ഡയമെൻഷനുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നു. ആ ചേഞ്ചസിൽ നിന്നും എന്താണ് നല്ല ഔട്ട്കംസ് കിട്ടുന്ന ഒരു ഫാക്ടേഴ്സിന് അല്ലെ, അവിടെ മോട്ടിവേഷനും പെർഫോമൻസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ അല്ലെ, നല്ലൊരു സാറ്റിസ്ഫാക്ഷനും നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആബ്സെന്റീസ് ഒന്നും ഉണ്ടാവില്ല. ആ ജോലിയിൽ നിന്ന് വിട്ടുപോകാൻ തോന്നില്ല. അവർ നന്നായിട്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു റിസൾട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുമെന്ന്.
ഇപ്പൊ ഒരു ജോബ് ഡിസൈൻ, നല്ലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. ഓക്കെയാണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഈ പറഞ്ഞ വണ്ണം ഓരോ അല്ലെ 5 ഡയമെൻഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഔട്ട്കംസ് അല്ലെ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ബൈഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കി വെക്കാം. ഒരു നല്ലൊരു അല്ലെ നല്ലൊരു രൂപരേഖ ഉണ്ടെങ്കിൽ അതില് അവിടെ ആ ഒരു എംപ്ലോയിക്ക് അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേക കൺസിഡറേഷൻ കൊടുത്താണ് എംപ്ലോയിനെ നിലനിർത്തുന്നതെങ്കിൽ അവർക്കൊരു സൈക്കോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് മോട്ടിവേഷനും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കണക്ട് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട വരില്ല, ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഏതെങ്കിലൊക്കെ അല്ലെ ഇതിൽ പെടുന്നത് അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് അല്ലെങ്കിൽ ഓർഡർ വൺ ഔട്ട് എന്നൊക്കെ രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ അല്ലെ അവരുടെ ഹഗ്മാൻ ആൻഡ് ഓട്ടോമാൻ അല്ലെ, അവരാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ആ ഫാക്ടർ മനസ്സിലാക്കി വെക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. അപ്പൊ പ്രധാനം നോക്കാം, എന്താണ് ജോബ് ഡിസൈനിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇനി നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടി അല്ലെ, ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ടേൺ ഓവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കും, അബ്സെന്റിസം ഉണ്ടാവില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻസിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒക്കെ മനസ്സിലാക്കി പഠിക്കാം. ജോബ് ഡിസൈൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദിസ് ഈസ് ദ പ്രോസസ് വിച്ച് മേക്സ് ഷുവർ ദാറ്റ് ദ job remain updated and is relevant to the employee. Okay, നമുക്കറിയാം ജോബ് ഡിസൈൻ വരുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഒരു ഘടന ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് ആ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ തന്നെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത അതിന് എന്താണ് വീണ്ടും ഒരു അപ്ഡേഷൻ വരുത്താൻ സാധിക്കും അല്ലെ. എവിടെയെങ്കിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഡിസൈനിൽ എന്തുകൊണ്ടെങ്കിലും അല്ലെ അവരുള്ള എംപ്ലോയീസിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും തലങ്ങളുണ്ടോ എന്നുള്ളത് അപ്ഡേഷൻ വരുത്തി കൃത്യമായിട്ട് തന്നെ എംപ്ലോയീസിലേക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് അല്ലെ അതിലേക്ക് പങ്കാളിയാക്കാനായിട്ട് സാധിക്കും. The primary objective here is to minimize the dissatisfaction which comes while doing the job on a daily basis. Okay, പ്രധാനമായിട്ടും ഇതിന്റെ ജോബ് ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, ആ ഒരു ജോലിയോട് അതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു രീതി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജോബ് ഡിസൈനിൽ വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഡ്യൂട്ടിക്ക് വരികയാണ് 10 to 5 അല്ലെങ്കിൽ 10 to 4 അവേഴ്സിൽ ഡ്യൂട്ടിക്ക് വരുമ്പോൾ വന്നിട്ടാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത്. അന്നാ നീ ഇന്ന് ഈ ഡ്യൂട്ടി ചെയ്യും അല്ലെങ്കിൽ അന്നാ മറ്റേ ഡ്യൂട്ടി ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ചിലപ്പോ ചില ദിവസം നന്നായിട്ട് എംപ്ലോയി വർക്ക് ചെയ്യും, ചില ദിവസം ആ ഡ്യൂട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത പോരടിച്ചല്ലേ ചെയ്ത ഡ്യൂട്ടി തന്നെ ചിലപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ വരും അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതേസമയം ഇന്നതാണ് എന്റെ ഡ്യൂട്ടി, ഇന്നതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി, വരുമ്പോ തന്നെ ഇന്നത് ചെയ്യണം, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ചട്ടക്കൂടും ഉണ്ടെങ്കിൽ എന്താണ് അവര് അല്ലെ ഇതിന്റെ എന്തൊക്കെ കൂടുതൽ നമ്മളെ പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കൂടുതൽ ഇൻസെന്റീവ്സ് ഒക്കെ എനിക്ക് കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് മോസ്റ്റ്ലി നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഓരോ എംപ്ലോയും തയ്യാറാവും. ശരിയല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ആണോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഏതായാലും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മിനിമൈസ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് കംസ് വൈൽ ഡൂയിങ് ദ ജോബ് ഓൺ എ ഡെയിലി ബേസിസ്. ഓക്കെ, this dissatisfaction can lead to employees leaving the organization and causing issues for the company. Okay, നമുക്കറിയാം ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ എന്താണ് കമ്പനിയിൽ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധ്യതയില്ല അല്ലെ, അവര് സംതൃപ്തിയോട് കൂടിയിട്ടാണ് അവര് ജോലി ചെയ്യുന്നത്. അത് മാത്രമല്ല ആ ഓർഗനൈസേഷൻ വിട്ടു പോകണമെന്നൊന്നും അവർ ആഗ്രഹിക്കില്ല. ഓക്കെ,
Then job design has the primary responsibility of regulatory updating the job. Okay, അതിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്ഡേഷൻ വരുത്തുക അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലിയർ ആക്കേണ്ടതുണ്ടെങ്കിൽ അത് അപ്ഡേഷൻ വരുത്തി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും അല്ലെ ജോബ് ഡിസൈനിനെ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ്. സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് കൊടുത്താൽ എന്താ പ്രത്യേകത? അവര് ജോലി നിന്നും വിട്ടുപോകാനായിട്ട് തയ്യാറാവുകയില്ല. പ്രധാനമായിട്ടും അവര് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് അല്ലെയുള്ള പോയിന്റ്സ് നോക്കാം. അതിന്റെ പ്രധാനത്തില് ഫസ്റ്റ് പോയിന്റ് ജോബ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ജോബ് ഇവാലുവേഷനിൽ എന്താ പറയുന്നത്? ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ, which is the process of comparing the job with the other jobs in an organization to assess the proper grade. Okay, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിലയിരുത്തൽ അല്ലെ. എന്താണ് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത്? ഡിസൈൻ ചെയ്ത മാതൃക തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തും അല്ലെ. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് എംപ്ലോയീസിനെ മനസ്സിലാക്കുന്നത് ഓക്കെ ഇവൻ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയി ആണ്, അങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി കൂടി കഴിവ് എന്തോ എവിടെയോ ഒരു സ്ലോ ഉണ്ട് അല്ലെ, അവന്റെ സ്പീഡ് ഇല്ല, ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ അപാകത കൊണ്ടായിരിക്കാം അല്ലെ. അവനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ആ എംപ്ലോയിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ അല്ലെ. ഈ ഒരു ഡിസൈനിലുള്ള ഇപ്പൊ നമുക്കറിയാം ഈ ജോലിയുടെ സ്റ്റാർട്ടിങ് ഇത്രയും പ്രൊഡക്ഷൻ ഒക്കെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഒരു ട്രെയിനി പേഴ്സൺസിനാണെങ്കിൽ ഇത്രേ പറ്റുള്ളൂ. കുറച്ചും കൂടി ഉള്ള അല്ലെ കഴിവുള്ള പേഴ്സൺസിനാണെങ്കിൽ ഇത്രയും കൂടി പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സർവീസ് ആണെങ്കിലും ഇത്രയും സർവീസുകൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സർവീസിന്റെ അല്ലെ ആദ്യ ഘട്ടങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒരു ഡിസൈൻ ഉണ്ട് അല്ലെ. അപ്പൊ അത് വ്യക്തമായിട്ട് ആ ഇൻഫോർമേഷൻസ് വിവരങ്ങളെല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ അത് വിലയിരുത്താനും സാധിക്കും. ആ ജോലി ആ വ്യക്തി ചെയ്യുന്നത് വിലയിരുത്താനും സാധിക്കും. Then, which is the process of comparing the job with the other jobs in an organization to assess the proper grade. Okay, അപ്പൊ ഒരു ഗ്രേഡ് അനുസരിച്ചിട്ട് മറ്റു ജോലിയുമായിട്ട് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് ഓക്കെ ഓരോ തലത്തിലുള്ള ജീവനക്കാരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ കൈകാര്യം ചെയ്ത് പോകാനൊക്കെ അത് വിലയിരുത്താനായിട്ടും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡിസൈൻ ഉണ്ടെങ്കിലാണ് ഇത് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കാം, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ജോലി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ദ പ്രോസസ് ഗിവ്സ് യു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ജോബ് ദാറ്റ് നീഡ്സ് ടു ബി ഫിൽഡ് ആൻഡ് ഹെൽപ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ജോലി അല്ലെ ഒരു വേക്കൻസി ഉണ്ടാവുമ്പോൾ അവിടെ വേക്കൻസി നികത്തണമെങ്കിൽ യോഗ്യനായ വ്യക്തിയെ കണ്ടെത്തണം അല്ലെ. യോഗ്യനായ വ്യക്തികളെ കണ്ടെത്താനായിട്ട് പല പോംവഴികളുണ്ട് അല്ലെ. പല പോംവഴികളിൽ നമുക്കറിയാം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്തി യോഗ്യരായ വ്യക്തികളെ ആ കമ്പനിയിൽ നിന്ന് തന്നെ കണ്ടെത്താനൊക്കെ സാധിക്കും. അതല്ല എങ്കിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ സാധിക്കും അല്ലെ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് അപേക്ഷകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു പോയി അല്ലെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, റിക്രൂട്ട്മെന്റ് ഒക്കെ എടുത്തേക്കുന്നതാണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം അല്ലെ അതിന്റെ കൃത്യമായിട്ടുള്ള ജോലി അല്ലെ ആ ജോലിക്ക് അനുയോജ്യമായ വ്യക്തികളെയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എന്താണ് ഒരു ഇന്നതാണ് ഡ്യൂട്ടീസ്, ഇന്നതാണ് ക്വാളിഫൈഡ് ആയിട്ട് ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് കണ്ടെത്തണേ എന്നുള്ള ഒരു രൂപരേഖ ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജോലിക്ക് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഫസ്റ്റ് നോക്കാം, സെലക്ഷൻ പാനൽ ഐഡന്റിഫൈസ് ദ ജോബ് റിക്വയർമെന്റ്സ്, സെലക്ഷൻ ക്രൈറ്റീരിയ, റൈറ്റ് ദ ജോബ് അഡ്വർടൈസ്മെന്റ്, develop interview questions and assess the best applicant for the job. ഓക്കെ, അപ്പൊ നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അപ്പൊ ഏത് തരത്തിലുള്ള ആവശ്യക്കാരെയാണ് കണ്ടെത്തുന്നത് അല്ലെ. ജോബ് റിക്വയർമെന്റ്സ്, സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. റൈറ്റ് ദ ജോബ് അഡ്വർടൈസ്മെന്റ്, അതനുസരിച്ചിട്ട് അവർക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നു. അഡ്വർടൈസ്മെന്റിന് അനുസരിച്ചിട്ടുള്ള ഡെവലപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള സെലക്ഷൻ ആയിട്ട് വരുന്ന പേഴ്സൺസിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഇന്റർവ്യൂ നടത്തുമ്പോഴും അതിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പകർത്തിക്കൊണ്ട് അല്ലെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നു. ആൻഡ് അസസ് ദ ബെസ്റ്റ് ആപ്ലിക്കന്റ് ഫോർ ദ ജോബ്. അങ്ങനെ എന്താണ് കൃത്യമായിട്ട് തന്നെ ഏത് അല്ലെ ആപ്ലിക്കന്റ് ആണ് നമ്മുടെ ജോലിക്ക് അർഹരായത് എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും.
ഓക്കെ, നമുക്കറിയാം ഇന്ന ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, ഇന്ന ജോലിയാണെന്ന് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടെങ്കിലാണ് അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ? ജോലി എന്താന്ന് പറഞ്ഞാലല്ലേ അതനുസരിച്ചിട്ട് പാനലുകാർക്ക് അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുള്ളൂ. ആണോ? അതെ അല്ലെ? അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ഉണ്ടാവാം. പക്ഷെ ഇന്ന പോസ്റ്റില് ഇന്ന വ്യക്തികൾ വന്നാൽ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, ഇന്ന ഡ്യൂട്ടീസ് ഇന്ന റെസ്പോൺസിബിലിറ്റീസ് ആണോ ഉള്ളതെന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്താണ് നല്ല രീതിയിലുള്ള സെലക്ഷൻ നടത്തി ഒരു അപ്പോയിന്റ്മെന്റ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ജോബ് ആപ്ലിക്കേഷൻ ടു ഡിസൈഡ് if they should apply for the job and to prepare for the selection process. Okay, ഇതിലെ പ്രധാനമായിട്ട് നമുക്കറിയാം ആപ്ലിക്കേഷൻസ് വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ നിന്ന് ആ ആപ്ലിക്കേഷനിൽ നിന്ന് നല്ല കൃത്യമായിട്ട് അപ്ലൈ ഫോർ ദ ജോബ് ആൻഡ് ടു പ്രിപ്പയർ ഫോർ ദ സെലക്ഷൻ പ്രോസസ്. ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് കണ്ടെത്തേണ്ടത് അതനുസരിച്ചിട്ടുള്ള സെലക്ഷൻ നടത്താനായിട്ട് ഈ ഒരു ജോബ് ഡിസൈൻ കൊണ്ട് സാധിക്കുന്നില്ല. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ക്ലിയർ ആവുന്നില്ലേ? എന്നിട്ട് പോവാലോ? ഓക്കെ അല്ലേ? ഓക്കെ, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് നമ്മളിപ്പോ ഒരു ജോലിക്കൊക്കെ വ്യക്തികളെ നിയമിച്ചു, അവർ ജോലി ചെയ്യുന്നു, അവര് ജോബ് ഡിസൈൻസിൽ അനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നത്. അതിനിടയിൽ അല്ലെ the information helps the employee to understand the requirements of their role, understand the needs of their other roles in the organization and recognize the abilities necessary for their chosen professions. ഓക്കെ, നമുക്കറിയാം എംപ്ലോയീസിനെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവര് ഇങ്ങനെ ജോലികൾ ചെയ്യുന്നുണ്ടോ, ഇവര് ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദ റിക്വയർമെന്റ്സ് ഓഫ് ദെയർ, അതുമാത്രം തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടോ എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ? അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും, അതായത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനും ഇതുകൊണ്ട് സാധിക്കുന്നു. Understand the needs of other roles in the organization and recognize the abilities necessary for the chosen profession. Okay, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഇവർക്ക് അഡീഷണൽ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ, അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ ആ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാനായിട്ട് അല്ലെ, ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഇപ്പൊ ഇൻ കേസ് ചിലപ്പോ അവർക്കൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് അല്ലെ, ചിലപ്പോൾ അവരുടെ ആയ ഒരു കൃത്യമായിട്ടുള്ള ഐഡന്റിഫൈ അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്താന്നുള്ള പോരായ്മകൾ ചിലപ്പോൾ മനസ്സിലാക്കി കൊടുക്കാനായിരിക്കാം. അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്ത് അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യാനായിരിക്കാം. അതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഒരു നല്ല ജോബ് ഡിസൈൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ കണ്ടു റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നു. ദെൻ അവർക്ക് ഇടയ്ക്ക് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിലും അതിനും സാധിക്കുന്നു. പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റിൽ എന്താ പറയുന്നത്? ക്ലിയർലി ഡിഫൈൻഡ് റോൾസ് allow managers and staff to develop shared understanding of work performance expectations. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഓരോ എംപ്ലോയീസിനെ നമ്മളവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കുറച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? അവർ ഇന്ന ജോലികൾ ചെയ്യും, ഇന്ന കാര്യങ്ങൾ കാര്യക്ഷമതയോട് കൂടി പ്രവർത്തിക്കും എന്നുള്ളൊരു രസോട് കൂടിയിട്ടായിരിക്കും അവർ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ? അങ്ങനെയായിരിക്കില്ലേ സെലക്ട് ചെയ്ത് അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുക? ആണോ? ഓക്കെ, അങ്ങനെ പ്രതീക്ഷിക്കരുത്. അവർക്ക് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഉയരാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു അല്ലെ? ഈ ഒരു ഇവരെ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാം തന്നെ സെലക്ഷനും അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഓക്കെ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് അതനുസരിച്ചിട്ടുള്ള ആ സ്റ്റാഫിന് അതനുസരിച്ചിട്ടുള്ള ഒരു സ്കില്ലും നോളജ് ഒക്കെ വികസിച്ച് അവരൊക്കെ അവര് നന്നായിട്ട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അവരുടെ പ്രകടനത്തിൽ നിന്ന് അവരുദ്ദേശിച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കേപ്പബിലിറ്റി benchmark help them identify and meet their professional development needs. Okay,
അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയാണ് കൃത്യമായിട്ട് അല്ലെ, കൃത്യമായിട്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് അല്ലെ ഒരു സാധാരണയായിട്ട് ഓരോ വ്യക്തിയെ നിയമിക്കുമ്പോഴും ഇന്ന് ഇത്രയും പ്രൊഡക്ഷൻ, ഓക്കെ ഈ വ്യക്തിയെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഓക്കെ ഇന്ന അവിടങ്ങൾ ഇട്ടുകൊടുത്താൽ പറ്റും അല്ലെ. അത് മാത്രമല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇന്ന നഴ്സിനെ കൊണ്ട് സാധിക്കും അല്ലെ. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അത് നേരത്തെ കൂട്ടി ഒരു ബെഞ്ച് മാർക്ക് അവരെ കൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. അത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താ പ്രത്യേകത, ഓക്കെ ഇത്രയും പേഴ്സണെ കൊണ്ടേ പറ്റുന്നുള്ളൂ അല്ലെ, ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പേഴ്സണെ കൊണ്ട് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും അല്ലെ. പെർഫോമൻസ് പ്രകടനങ്ങൾ അളക്കാനായിട്ടും സാധിക്കും. ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേപ്പബിലിറ്റി ബെഞ്ച് മാർക്ക് ഹെൽപ്പ് ദം ഐഡന്റിഫൈ ആൻഡ് മീറ്റ് ദിയർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നീഡ്സ്. ഓക്കെ അവർക്ക് ഇത്രയും കൂടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അതിനനുസരിച്ചിട്ടുള്ള ചില അല്ലെ ഒരു എന്തെങ്കിലും കണ്ടീഷൻസ് അല്ലെ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്താൽ മതി, ഒരു അസിസ്റ്റന്റിനെ പ്രൊവൈഡ് ചെയ്താൽ അവർ ഇച്ചിരി കൂടി നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും അല്ലെ. അങ്ങനെ പലതും കണ്ടെത്താനായിട്ട് അവരുടെ പെർഫോമൻസിനെ വിലയിരുത്താനായിട്ടും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളത്. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. ഇതാണ് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷനിൽ പറയുന്നത് ഇത് തന്നെ അല്ലെ, ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആണ്. വെൽ ഡിഫൈൻഡ് capability standards to simplify the process of evaluating work performance which is above expectations. ഓക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് കൃത്യമായിട്ട് തന്നെ എന്താണ് എന്തെങ്കിലും അംഗീകാരങ്ങൾ കൊടുക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അസിസ്റ്റന്റിനെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അലവൻസുകൾ അല്ലെ എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ടും അതല്ലെങ്കിൽ അല്ലെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ അവർക്ക് റിവാർഡുകളും അംഗീകാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ദെൻ വർക്ക് ഫോഴ്സ് പ്ലാനിങ്. വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് അതായത് when all the individuals roles in the organization are considered together should meet the organization's capability needs. ഓക്കെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ. ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിനും പക്ഷെ ഓരോരുത്തരുടേതായിട്ടുള്ള റോള് നന്നായിട്ട് തന്നെ നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചാൽ മാത്രമാണ് നല്ലൊരു ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ when all the individuals roles in the organization are considered together should meet the organization's capability needs. അപ്പൊ നമ്മുടേതായിട്ടുള്ള ആ ഒരു അല്ലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെതായിട്ടുള്ള റോളുകൾ ആ ഓർഗനൈസേഷന് ലഭ്യമാകുന്നുണ്ടോ എന്ന്, അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ആവശ്യകതകൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്ന് വിലയിരുത്തണം അല്ലെ. ആ ഒരു വർക്ക് ഫോഴ്സ് അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനും ഒരു പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ ചില മേഖലകളിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ കൃത്യമായിട്ട് ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവര് എന്താ ബിസിനസ് ഒന്നും കൂടി നല്ല വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലെ. അതല്ല എവിടെയെങ്കിലും ഒരു അപാകതകൾ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ന്യൂനതകൾ അത് പരിഹരിക്കാനായിട്ട് അല്ലെ. അവിടെ വർക്ക് അലോക്കേഷനിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഏതെങ്കിലും ഭാഗത്തുള്ള ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. ഒരു 10 പോയിന്റ് ആണുള്ളത്. അതിൽ 7th പോയിന്റ് നോക്കാം. വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. മാനേജേഴ്സ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ വർക്ക് relates to the organization's core business and is correctly allocated. അതായത് നമുക്കറിയാം ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസുകളുണ്ട് അല്ലെ. ഓരോ വ്യത്യസ്ത വിഭാഗങ്ങളാണെങ്കിലും അവരുടേതായിട്ടുള്ള കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് ഓരോ വിഭാഗങ്ങൾക്കും ഡ്യൂട്ടീസ് വിട്ടുകൊടുക്കും അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അത് ഇൻ കേസ് എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ മാനേജ്മെന്റ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് വർക്ക് റിലേറ്റഡ് ടു ദ ഓർഗനൈസേഷൻസ് ഫോർ ബിസിനസ് അല്ലെ. അവിടെ എല്ലാ മേഖലകളിലും ഒരേപോലെ തന്നെയാണ് വർക്കുകളൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ
ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു അല്ലെ. വർക്ക് അലോക്കേഷൻ പ്ലാൻ അതനുസരിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇന്നതാണെങ്കിൽ ഇന്നിന്ന മേഖലകളിലുള്ള ആൾക്കാർ ഇന്നിന്ന ഡ്യൂട്ടീസുകൾ അല്ലെ ഇന്നിന്ന റെസ്പോൺസിബിലിറ്റി ചെയ്യണം അല്ലെ. അങ്ങനെ അവിടെ അലോക്കേഷൻ വരുത്തിയപ്പോൾ എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡിസിഷൻ ഓൺ ഓക്കെ അല്ലേ. വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. Okay. Then decision or training investments. Now decisions or training investments എന്ന് പറയുന്നത് individual and organizational training are better targeted. Okay, നമുക്കറിയാം അവർക്ക് ഓരോരുത്തർക്കും ഇന്ത്യൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ചിലർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് നേടിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് അല്ലെ അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കും അല്ലെ. ട്രെയിനിങ് പാക്കേജസ് കൊടുക്കും. നിങ്ങൾ ഇന്ന സ്പീഡ് പറഞ്ഞാൽ പോരാ അല്ലെ മറ്റുള്ളവരൊപ്പം എത്തണം എങ്കിൽ നിങ്ങൾ ഇന്ന ട്രെയിനിങ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ എന്താണ് ഇച്ചിരി കൂടി സ്പീഡപ്പ് ആക്കിയതിനു ശേഷം അല്ലെ ടാർജറ്റുകൾ അല്ലെങ്കിൽ നമുക്കറിയാം ജോലിയിൽ നിന്ന് കുറച്ചും കൂടി താഴ്ത്തി പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ള ഒരു ഡ്യൂട്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ അത് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ഇൻ കേസ് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ അപാകത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് എല്ലാം അവർക്ക് കൊടുത്ത് അവരെ നല്ല വെൽ റണ്ണാക്കി മാറ്റിയെടുക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ട്രെയിനിങ് ആർ ബെറ്റർ ടാർഗറ്റഡ്. ഓക്കെ, നമുക്കറിയാം ആ ഓർഗനൈസേഷനിൽ ബെറ്റർ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കാനായിട്ടും ഈ ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. എന്താണ് ലാസ്റ്റ് വൺ നോക്കാം. എൻഷുറിങ് ലാസ്റ്റ് അല്ല 9th വണ് എൻഷുറിങ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി. ചിലപ്പോ നമുക്കറിയാം അവിടെ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതായത് വലിയ വലിയ കമ്പനി ആണെങ്കിലും ഫേമുകളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളെ വർക്കും ജോലിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന മാതിരി തന്നെ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്യും അല്ലെ. ദ ഇൻഫോർമേഷൻ മേ ഹെൽപ്പ് ഐഡന്റിഫൈ treating the threatening condition, unhealthy environments or unsafe work practices or processes which need to be addressed. Okay, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ ചില ഫേമുകളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലായിട്ടുള്ള ബിസിനസ്സുകൾ വ്യവസായ സംരംഭങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് എന്താണ് അപകടകരമായിട്ടുള്ള ചില കണ്ടീഷനുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ആ ഇൻഫോർമേഷൻസിന്റെ ബേസില് ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസുകൾ എന്താണ് സുരക്ഷാ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ടോ അല്ലെ അത് അനലൈസ് ചെയ്യാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അതനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കാനായിട്ട് സാധിക്കുന്നു. It may also be used to identify return to work solutions as part of a recovery plan. Okay, നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ജോലിയിൽ നിന്നും എന്തെങ്കിലും അല്ലെ പിന്മാറാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായെങ്കിൽ അല്ലെ അതിൽ നിന്നും വിട്ടുപോകാൻ ചിലപ്പോൾ ഈ സുരക്ഷിതത്വം ഇല്ല എങ്ങനെ ചിലപ്പോൾ ജോലിയൊക്കെ ഇട്ടിട്ട് പോവാം. അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ സുരക്ഷിതത്വം കുറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ജോലി ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ എൻഷുറിങ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി. ഓക്കെ, അവിടെയുള്ള ജോലിക്കാരുടെ ജീവനക്കാരുടെ സുരക്ഷയൊക്കെ ഉറപ്പാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് അല്ലെ. അവിടെ കൃത്യമായിട്ടൊരു ജോബ് ഡിസൈൻ ആവുമ്പോൾ ഇന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഭീഷണികൾ വരാം അല്ലെ. അപ്പൊ മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു ജോബ് ഡിസൈൻ ഒന്നും ഇല്ല എങ്കിൽ എന്താണ് മുൻകരുതലുകളൊന്നും എടുക്കാൻ സാധിക്കില്ല അല്ലെ. ഇന്ന പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഇന്ന പ്രൊട്ടക്ഷൻ ഇപ്പോ എന്താണെങ്കിലും എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇന്ന പ്രോബ്ലംസ് ഇനിയിപ്പോ ചലഞ്ചസ് വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കാനായിട്ട് ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. അത് തന്നെയാണ് എടുത്തു പറയുന്നത്. It may be also used to identify return to work solutions as part of a recovery plan. Okay, അത് ഓവർകം ചെയ്ത് എന്താണ് സൊല്യൂഷൻസ് വെച്ച് അല്ലെ അത് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് വെച്ച് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ടും കൃത്യമായിട്ട് സാധിക്കുന്നു. Tenth point, workforce equity and diversity. എന്താണ് വർക്ക്ഫോഴ്സ് ഇക്വിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? ഓക്കെ, അവിടെ
അല്ലെ തൊഴിലാളി നമ്മളിപ്പോ ഒരു വലിയ വലിയ കമ്പനി ആണെങ്കിലും തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അല്ലെ. അവിടെ ഇക്വിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഇതുകളാണ് അല്ലെ, വൈവിധ്യങ്ങളായിട്ടുള്ള ജീവനക്കാരാണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറണം. ദ പ്രോസസ് മേ ഓൾസോ ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് വർക്ക് ഫോഴ്സ് ഇക്വിറ്റി അല്ലെ. അവിടെ അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം തന്നെ ഒന്നിച്ചു നിന്ന് അല്ലെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി. ഇപ്പൊ ഒരു ജോബ് ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ജോലിയെല്ലാം എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റികളൊക്കെ അവർ ചെയ്യണം. തുല്യമായിട്ട് ഓരോരുത്തരെയും ബഹുമാനിച്ചു അല്ലെ. മേലുദ്യോഗസ്ഥർ ഇന്നതാണ്, ഇന്ന മേലുദ്യോഗസ്ഥരനെയാണ് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ കാണിക്കേണ്ടത് അല്ലെ. അവരൊക്കെ അടിപിടിയൊന്നും കൂടാതെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെ അവരോടൊക്കെ റെസ്പെക്ടോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ അങ്ങനെ ഒന്നിച്ചു നിന്ന് അല്ലെ. ഒരു വൈവിധ്യമാർന്ന വ്യക്തികളും വൈവിധ്യമാർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിലും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഒരു ജോബ് ഡിസൈൻ എന്തെങ്കിലാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരു ധാരണയൊന്നും ഇല്ല എങ്കിൽ ആരെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവര് ആർക്കാണെങ്കിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മള് ഫയലൊക്കെ കൈമാറേണ്ടത് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലെ ഇൻചാർജ് ആരാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള രൂപരേഖയൊന്നും ഇല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആണോ? ഞാൻ എല്ലാ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് ചെറിയ ചെറിയ പോയിന്റ്സുകൾ വെച്ച് ചോദ്യങ്ങൾ അല്ലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. Dash information helps the employees to understand the requirement of their role and understand the അല്ലെ. അപ്പൊ എന്താണ് ജോബ് ഡിസൈൻ ഇൻഫോർമേഷൻസ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചിലപ്പോ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇതെല്ലാം ജോബ് റെസ്പോൺസിബിലിറ്റിയുടെ സിഗ്നിഫിക്കൻസ് ആണ്, സോറി ജോബ് ഡിസൈനിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോബ് സിഗ്നിഫിക്കൻസ് അല്ലെ ജോബ് ഡിസൈൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കാം. ജോബ് ഡിസൈൻ ഇൻഫോർമേഷൻസ് about the അല്ലെ in case information about the job design is needed for a job evaluation അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ജോബ് ഇവാലുവേഷന് എന്താവശ്യമാണ്? ജോബ് ഡിസൈൻ ആവശ്യമാണ്. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് ഇങ്ങനെ ചോദിക്കാം. That is needed for a job evaluation. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ഓപ്ഷൻസിലെ ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് എഴുതണം ജോബ് ഡിസൈൻ അല്ലെ is needed for a job evaluation. ജോബ് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ എന്താവശ്യമാണ്? ജോബ് ഡിസൈൻ ആവശ്യമാണ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ നടത്തണമെങ്കിൽ ജോബ് ഡിസൈൻ ആവശ്യമാണ്. നമുക്കറിയാം നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് തരത്തിലുള്ള എംപ്ലോയി ആണ്, ഏത് തരത്തിലുള്ള വേക്കൻസി ആണ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസുകൾ വരെ വെയിറ്റ് ചെയ്തെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. ചെയ്യാൻ പോകുന്ന നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.